ഹലോ ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിതപ്പോൾ ഫ്രഷായി ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് സ്കിൻ കെയറൊക്കെ ചെയ്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് തന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെജ് ഐറ്റംസ് ആയിരിക്കും, പക്ഷെ നല്ലതാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ അതിൽ അത്ര വലിയ ചേഞ്ചൊന്നും നമുക്ക് തോന്നില്ല, കഴിക്കാൻ പറ്റും. കാരണം ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഈ രാവിലെ കഴിക്കുന്ന ഈ ഫുഡാണ് നമ്മുടെ എനർജി എന്ന് പറയണത്. കാരണം നമ്മളിനി വലിയൊരു യുദ്ധത്തിന് ഇറങ്ങാൻ പോവാന്ന് പറയില്ലേ, അതേപോലെയാണ്. അപ്പോൾ നമുക്കിതാ ഇഡ്ഡലി ഉണ്ടായിരുന്നു, വട കുറച്ചുണ്ടായിരുന്നുള്ളൂ. ആ 3 തന്നെ എടുത്തു കൂട്ടാം. പിന്നെ സാമ്പാറുണ്ട്, ചട്നി ഉണ്ട് ഇഡ്ഡലിക്ക്. പിന്നെ ഇതിൽ കുറുമക്കറി ഉണ്ട്. അത് ഓരോ ദിവസം ഇവർ ഓരോന്ന് ലൈവായിട്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് പൂരിയാണ് കേട്ടോ ഉണ്ടാവുക. പുലാവുണ്ട്, പിന്നെ സേമിയ പായസം ഞാൻ ലാസ്റ്റ് കുടിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല, മറന്നുപോയി. അപ്പോൾ ധീരു കുറച്ച് പുലാവും ഒരു ഇഡ്ഡലിയും കൂടിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ 2 ഇഡ്ഡലി സാമ്പാർ, ചട്നി എനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പോൾ ധനേഷേട്ടൻ എല്ലാം കൂടി എടുത്തിട്ടുണ്ട്, ഇഡ്ഡലിയും വടയും. അത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് പക്കുവട, ചൂടോടുകൂടി പക്കുവട കൊണ്ടുവന്നു. അപ്പോൾ അത് കഴിച്ചു. അത് കഴിഞ്ഞ് പൂരി ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അത് കഴിഞ്ഞ് കോൺഫ്ലിക്സ് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പോകുന്ന ഈ യുദ്ധത്തിലേക്ക് നമുക്ക് നല്ല എനർജി വേണമല്ലോ. അപ്പോൾ പറ്റാവുന്നത് നമ്മൾ വാരിക്കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങി ഓട്ടോയിൽ കയറി ചിക്പേട്ടിലെത്തി. ചിക്പേട്ടിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക. ഇതാണ് നമ്മുടെ ചിക്പേട്ട് മാർക്കറ്റ് എന്ന് പറയണത്. എന്താല്ലേ ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ്. ഇന്നത്തെ ദിവസം സൺഡേ എന്ന് പറയുന്നത് നമ്മൾ വൈകുന്നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വഴിയൊന്ന് കടന്ന് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ടൈം എടുക്കുമെന്നറിയോ? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര പെരുത്ത ആൾക്കാരായിരിക്കും. ഇവിടെ സൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്കറ്റ് ഉണ്ട്. അത് ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ്. അപ്പോൾ നമുക്ക് ലോക്കലായിട്ട് എന്തൊക്കെ ഐറ്റംസ് ചീപ്പിൽ വാങ്ങാൻ പറ്റുന്നോ അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. അതായത് ഈ മാർക്കറ്റിന് നമുക്ക് ഹോൾസെയിൽ അങ്ങനെയില്ല. കാരണം റീറ്റെയിൽ ഇപ്പോൾ ഈ വഴികളിലൊക്കെ അവർ ഓരോ സാധനങ്ങൾ, ഇപ്പോൾ നമ്മൾ ഫാഷൻ്റെ ആയാലും തുണികളായാലും അങ്ങനെ വഴികളിലൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പേഴ്സണൽ യൂസിന് പറ്റുന്ന ബാഗ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നമുക്കിതിൽ കാണാൻ പറ്റണമെന്ന് അറിയില്ല. പിന്നെ ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരത്തെയല്ല വന്നിരിക്കുന്നത്, മാർക്കറ്റ് സജീവമാവുന്നുള്ളൂ. വൈകുന്നേരം ആയി കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. ഞങ്ങൾ വൈകിട്ട് ഈ വഴിക്ക് വരില്ല, വേറെ വഴിക്ക് അങ്ങോട്ട് തിരിച്ചു പോകുള്ളൂ. വൈകിട്ട് ഇങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. നമ്മൾ ഈ വഴിയൊന്ന് കടന്ന് കിട്ടണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. അതിനിടയിൽ വണ്ടികളുണ്ടാവും, കാറുണ്ടാവും, എളുപ്പമല്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സ്ഥലത്തെത്തി. ഞാനിങ്ങനെയാണ് കേട്ടോ, ഓരോന്നും ഇട്ട് നോക്കി വെച്ച് ഇഷ്ടമായിട്ടാണ് എടുക്കുക. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു, കഴിഞ്ഞ് റൂമിൽ പോയി റെസ്റ്റ് എടുത്തു. അപ്പോൾ ടാറ്റാ ബൈ ബൈ.